Namaskaram. Welcome to Moksha, the ultimate liberation from drugs, an awakened week conducted by the PG Department of Journalism and Mass Communication, Ansar Women's College. വീണ്ടും ചർച്ചയിലേക്ക്. വിമുക്തിക്ക് പുറമെ നമ്മൾ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത, അതുപോലെ അത് എങ്ങനെയാണ് ആളുകളിൽ അവബോധം സൃഷ്ടിക്കുന്നത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? നോ ടു ഡ്രഗ്സിൻ്റെ 4ാം ഘട്ടമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2022 കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിട്ടുള്ളത്. ലഹരിയുടെ ഉപയോഗം കൂടി എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് കൃത്യമായിട്ടൊരു ബോഡി ഉണ്ടാക്കിയതിന് ശേഷം അതിൽ ജാഗ്രതാ സമിതികളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ ജില്ലാ കളക്ടറാണ് കൺവീനറായിട്ട് വരുന്നത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. ഇത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു ആക്ടിവിറ്റികളാണ് അതിൽ വരുന്നത്. പിന്നെ വിമുക്തിയുടെ അതിൽ ഓരോ ആദിവാസി മേഖലയിൽ, തീരദേശ മേഖലയിൽ, മറ്റ് ഓരോ മേഖലയിലും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാകും, കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാകും, റെസിഡൻസ് അസോസിയേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ലൈബ്രറി കൗൺസിലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, ക്ലബ്ബുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള വലിയ പ്രോഗ്രാമുകൾ നടത്തി ഇതിനെക്കുറിച്ച് ജനങ്ങളുടെ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു നോ ടു ഡ്രഗ്സ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അതിൽ കൃത്യമായിട്ട് ഇപ്പോൾ വിമുക്തിക്ക് കൃത്യമായിട്ടുള്ള ചില പ്രോഗ്രാമുകൾ അവർ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ക്ലബിന് ഫോർമേഷൻ, അതിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള പരിപാടികൾ, നേർവഴി എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ, അത് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, അതിൻ്റെ ഒരു പ്രൊമോഷനും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇത്തരത്തിലുള്ള പല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നൊരു സംഗതി എന്ന് പറയുന്നത് 14 ജില്ലകളിലും 14 ഡി അഡിക്ഷൻ സെൻ്ററുകൾ ഉണ്ട് എന്നുള്ളതാണ്. 14 ഡി അഡിക്ഷൻ സെൻ്ററുകളിലും കൗൺസിലിംഗ്, കിടത്തി ചികിത്സ, OP ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള മൾട്ടി ഡിസിപ്ലിൻ ടീമാണ് അവിടെ ഉള്ളത്. അവിടെ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരിക്കും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കും, ജനറൽ മെഡിസിൻ ഡോക്ടർ ഉണ്ടായിരിക്കും, സൈക്കാട്രിക് നഴ്സസ് ഉണ്ടായിരിക്കും, സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു മൾട്ടി ഡിസിപ്ലിൻ ടീം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. പിന്നെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്നിൻ്റെ യൂസേജുകൾ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപാരമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ എങ്ങനെ ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് ഇങ്ങനെ അതിന് പരാതി നൽകാൻ പറ്റും? എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം? ശരിക്ക് അതിൽ ഗവൺമെൻറ്, കേരള എക്സൈസ് കമ്മീഷണറുടെ നമ്പർ തന്നെ ഇതിനു വേണ്ടി പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. 9447178000 എന്ന് പറയുന്ന ഒരു നമ്പറാണ് അതുള്ളത്. ആ നമ്പറിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ ആളുകളല്ല അത് ടേക്കപ്പ് ചെയ്യുക. അതിന് എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിലാണ് അത് കോള് പോകുന്നത്. പിന്നെ ഏരിയയിൽ ലഹരി ഉപയോഗം ഉണ്ട്, അപ്പോൾ ഇന്ന സ്ഥലത്താണ്, അതിന് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള അത് സ്ക്വാഡ് എന്ന് പറയുന്ന വിങ് ഉണ്ട്. സ്ക്വാഡിനോ അല്ലെങ്കിൽ ഇവിടുത്തെ അതാത് ജില്ലകളിലെ ആളുകൾക്കോ അതിൻ്റെ ഇൻഫർമേഷൻ മാത്രം പാസ് ചെയ്യുകയും ആരാണ് വിളിച്ച് പറഞ്ഞത് ഇത്തരത്തിലൊന്നും റിവീൽ ചെയ്യില്ല, എന്നിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന വളരെ ശക്തമായിട്ടുള്ള കേസുകളാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ പിടിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കേസ് പിടിച്ചിട്ടുള്ളത് വാളയാർ ചെക്ക് പോസ്റ്റിലാണ്. NDPS കേസ് പിടിച്ചിട്ടുള്ളത് വാളയാർ വെച്ചിട്ടാണ് ഏറ്റവും വലിയ കേസ്, ഏറ്റവും ക്വാണ്ടിറ്റി കൂടിയ കേസ് പിടിച്ചിട്ടുള്ളത്. അതും ഈ നമ്പറിൽ വന്ന ഒരു ഇൻഫർമേഷൻ്റെ പുറത്താണ് ആ കേസ് പിടിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കേണ്ട നമ്പർ 14405 എന്ന് പറഞ്ഞിട്ടുള്ള ടോൾ ഫ്രീ നമ്പറാണ്. അപ്പോൾ അത്തരത്തിലാണ് 14405 വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് ലഹരിയിൽ നിന്ന് മാറാനുള്ള ഒരു അവസരം കൂടി നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അതിനുവേണ്ടി കൗൺസിലിങ്, ചികിത്സയൊക്കെയുള്ള അതിൻ്റെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങൾ, അതിൻ്റെ ഫെസിലിറ്റിയൊക്കെ നമ്മൾ നോക്കുന്നത് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലാണ്. പിന്നെ വിദ്യാർത്ഥികളിലാണെങ്കിൽ ഈ കാര്യങ്ങളിൽ നമ്മൾ 9656178000 എന്ന് പറയുന്ന നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രത്യേകമായിട്ടുള്ളൊരു സെല്ല് തന്നെ അതിന് രൂപീകരിച്ചിട്ടുണ്ട്. ആ സെല്ലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അതിനൊരു ടീം ഉണ്ടാക്കിയതിന് ശേഷം ഓരോ ജില്ലയിലും അതിനൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടീം അവരവരുടെ വീടുകളിലും ഈ കുട്ടിയുടെ വീടുകളിലും, ശരിക്കും അത് അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള നമ്പറാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അധ്യാപകർ വിളിച്ച് പറയുന്നു, അധ്യാപകരുടെ പേര് പോലും പറയേണ്ട കാര്യമില്ല, ഇന്ന ക്ലാസ്സിലെ ഇന്ന കുട്ടി ലഹരി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് സംശയമുണ്ട്, അത്തരത്തിൽ മതിയാവും.
അപ്പോൾ അതിനെക്കുറിച്ചൊരു നമ്മൾ ആ കോളേജിൽ ചെന്ന് ചിലപ്പോൾ ടീച്ചേഴ്സിനോട് സംസാരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ അവൻ്റെ വീടുകളിൽ ചെന്ന് സംസാരിക്കും. പക്ഷേ ഇൻഫോർമർ ആരാണെന്ന് പോലും നമ്മൾ പറയാതെയാണ് അവിടെ സംസാരിക്കുക. എന്നിട്ട് ഈ കുട്ടിക്ക് എന്താണോ ആവശ്യമുള്ളത്, കൗൺസിലിംഗ് ആണോ ആവശ്യമുള്ളത്, മറ്റേ എന്താണോ ആവശ്യമുള്ളത് അത്തരത്തിൽ അവരെ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള നമ്പറുകൾ പരമാവധി നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. ഡേ ബൈ ഡേ ഇപ്പോൾ നമ്മുടെ കേസസ് എല്ലാം കൂടിക്കൊണ്ടിരിക്കണം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമ്പസുകളോട് സാറിന് എന്താ പറയാനുള്ളത്? ക്യാമ്പസുകളോട് പറയാനുള്ളത് ഇതൊരു ഇതിലൊരു ഏജിൻ്റെ ഫാക്ടർ ഉണ്ട്. കാരണം അഡോളസെൻ്റ് ഏജ് എന്ന് പറയുന്നത് നമുക്ക് ബയോളജിക്കലി അതിന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തലച്ചോറിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന ഭാഗമാണ് ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മെച്ചുവേർഡ് ആവാൻ ഏകദേശം 23-24 വയസ്സെടുക്കും. അപ്പോൾ ഈ ഒരു പ്രായം വരെ ഏതൊരു കുട്ടിയും, അല്ലെങ്കിൽ അതുവരെ നമ്മളെല്ലാം കുട്ടികളാണ് അല്ലേ, അപ്പോൾ ആ 22-23 വയസ്സ് വരെ അവനോ അല്ലെങ്കിൽ അവളോ അവൻ്റെ ഡിസിഷൻസിന് ഡിപ്പെൻഡ് ചെയ്യാൻ പലപ്പോഴും അവരുടെ ഡിസിഷൻസ് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ടീച്ചേഴ്സ് ആണെങ്കിലും അതിന് പാരൻസ് ആണെങ്കിലും ഉള്ളത്. അപ്പോൾ അതിൽ വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഡിസിഷൻസ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മറ്റ് ഇഷ്യൂകളിലേക്ക് അവർ പോകുമെന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കണമെങ്കിൽ 24 വയസ്സിന് ശേഷം വേണമെങ്കിൽ അവർക്കൊരു തീരുമാനം എടുക്കാം. പക്ഷേ എങ്കിൽ പോലും ആ സമയത്ത് ഒരാൾ പോലും തീരുമാനം എടുക്കില്ല. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു ഏജ് ഫാക്ടറിന് അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം. ഇതൊരു നമുക്കുള്ളൊരു തോന്നലുകളാണ് എന്നുള്ളൊരു കാര്യം ഉണ്ടാവണം. പലപ്പോഴും പിന്നെ കുട്ടികൾ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കണം. സ്ട്രെസ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു കാര്യം എന്നുള്ള വസ്തുത കുട്ടികൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പുകയിലൂടെയാണ് ഏറ്റവും ആദ്യം ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ കളക്ടർ പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർ ഹരിത മാഡം പറഞ്ഞിട്ടുള്ള ഒരു നടത്തിയ ഒരു പഠനത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്, അതിൽ 10 കേസുകൾ നമ്മളെടുത്തു. 10 കേസ് സ്റ്റഡീസ് എടുത്തതിൽ 10 കേസിലും ഉപയോഗിക്കുന്ന പാറ്റേൺ ഒന്നായിരുന്നു. അതായത് പുകയില ഉപയോഗിച്ചവനെ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുള്ളൂ, ദെൻ അത് സിന്തറ്റിക് ഡ്രഗിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആ ലഹരി ഉപയോഗത്തിൻ്റെ പാറ്റേൺ, ഇറ്റ്സ് എ ഗേറ്റ് വേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ അതുപോലെയാണ് അതിൻ്റെ കാര്യമുള്ളത്. അപ്പോൾ തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാ കുട്ടികളോടും നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇത് വളരെ കുറഞ്ഞ അളവിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു മൂക്കുത്തിയുടെ അളവ് കനമെന്ന് പറയുന്നത് ഒരു 1/2 ഗ്രാമാണ്. ഈ 1/2 ഗ്രാമിൽ കൂടുതൽ ഒരാളുടെ കൈവശം ലഹരി പദാർത്ഥം ഉണ്ടെങ്കിൽ NDPS ആക്ട് പറയുന്നത് അവർക്ക് 10 വർഷമാണ് ശിക്ഷ. ഇനി അതിലേക്ക് കൂടുതൽ 10 ഗ്രാമിൽ കൂടുതലാണെങ്കിൽ 20 വർഷം, 30 വർഷം, 40 വർഷം വരെ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ചെറിയ ക്വാണ്ടിറ്റിക്ക് വരെ വലിയ ശിക്ഷകളാണ് ഇതിനുള്ളത്. അപ്പോൾ അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിന് ജാമ്യമില്ല, മറ്റേത് കേസിനും ജാമ്യം ഉണ്ടായിരിക്കും. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പോലും ഇത്ര വലിയ ശിക്ഷയില്ല എന്ന് നമ്മൾ തമാശയായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും വലിയ ശിക്ഷയാണ്. ജാമ്യമില്ല, പ്രൊബേഷനില്ല. അപ്പോൾ അതാണ് അതിൻ്റെ വലിയ പ്രധാനപ്പെട്ട കാര്യം. പുറത്തേക്ക് പോകാനോ ഇപ്പോൾ പുറത്ത് പഠിക്കാൻ വേണ്ടിയിട്ടോ ജോലിക്കോ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു കേസ്, ഒരു ഡി അഡിക്ഷൻ വരെ എടുത്ത് ഇവിടെ നമ്മൾ പിടിച്ചൊരു കേസ്, അവനെ ഡി അഡിക്ഷനൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തതിന് ശേഷം അവനെ ഗൾഫിലേക്ക് അയച്ചപ്പോൾ ജസ്റ്റ് തമ്പ് വെച്ചേ ഉള്ളൂ. തമ്പ് വെച്ചപ്പോൾ തന്നെ അവന് ഫുൾ ഡീറ്റെയിൽസ് അവിടെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നോളജിക്കലി അത്രയും ലെവലിൽ നിൽക്കുന്ന രാജ്യങ്ങളിലേക്കൊന്നും നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അത്തരത്തിൽ നമ്മൾ അപ്പോൾ അങ്ങനെയുള്ള ചാൻസസ് ഒക്കെ കുറയും. അപ്പോൾ പഠനമാണ് ലഹരി എന്നുള്ള രീതിയിലേക്ക്, ജീവിതമാണ് ലഹരി എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ ആളുകൾ എത്തുക എന്നുള്ളതാണ് പ്രധാനം. ലഹരിക്കെതിരെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാനാവും? ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് വരുന്നത് മീഡിയനേക്കാൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ന് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നവും ഇത് തന്നെയാണ്. ഇതിൻ്റെ ഒരു സ്പ്രെഡിങ് വളരെ ഈസി ആയിരിക്കുന്നു. ശരിക്ക് ഏറ്റവും ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ് പോലും ഇപ്പോൾ ലഹരി എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഞാൻ തരാമെന്ന് പറയുന്നത് പോലും അവൻ്റെ മനസ്സിലുണ്ടായാൽ മതി എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. അപ്പോൾ അതുവരെ വലിയ കേസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെക്കാം.
ഒപ്പം തന്നെ ഇതിനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്ന്, ഇപ്പോൾ മാധ്യമങ്ങളുമായിട്ട് ഇപ്പോൾ നമ്മൾ എക്സൈസ് വിമുക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിനെ ഇപ്പോൾ നമ്മൾ അവിടുത്തെ എഡിറ്റോറിയൽ ബോർഡുകളുമായിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട പത്രങ്ങളായിട്ടുള്ള മാതൃഭൂമി, മനോരമ, ദേശാഭിമാനിയുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഇതിനൊരു പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയിലുള്ള വാർത്തകൾ, ഇതിന് വലിയൊരു നായക പരിവേഷം കൊടുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു കേസ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ കണ്ടാൽ നിങ്ങൾ ഇന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് ചെയ്യാനുള്ള വലിയ പങ്കെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം ആളുകളിലേക്ക് ഉണ്ടാക്കുക, ലഹരി നിയമങ്ങളെക്കുറിച്ചിട്ടുള്ള അവബോധം ആളുകളിലേക്ക് ഉണ്ടാക്കുക, ചില ആർട്ടിക്കിളുകളായിട്ടും മറ്റുമൊക്കെ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്ത വരുന്നു, അപ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഹെൽപ്പ് ലൈൻ നമ്പറുകളെ കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കുന്നു. ഓരോ സ്കൂളുകളിലും വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പത്രത്തിലൂടെ അതിനെ പ്രസിദ്ധപ്പെടുത്തുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ കൂടെ ഇരുന്ന സാറിന് വലിയൊരു നന്ദിയുണ്ട്. മോക്ഷ എന്ന ഈ ഒരു സംവാദം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.